ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തുള്ളി പോലും ഓയിൽ യൂസ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കപ്പ് കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 മുട്ട കൊണ്ട് നമുക്ക് ഏകദേശം 12 കേക്കോളം, ഇത് വലിയ കപ്പാണ്, ചെറിയ കപ്പാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 മുട്ട എടുക്കാം, അല്ലെങ്കിൽ 2 മുട്ട, വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 മുട്ട കൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിന് വലിയ രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ഇതിൻ്റെ റെസിപ്പിയിലോട്ടൊന്ന് പോയാലോ? വരൂ, നമുക്ക് പോവാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് മൈദ അളന്നെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കപ്പ് നിറയെ മൈദ ഇട്ട് കൊടുത്തിട്ട് അതൊരു കത്തിയോ സ്പൂണിൻ്റെ അറ്റം വശമോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും കപ്പിൽ കുത്തി അങ്ങനെ ഇട്ടിട്ടല്ല നമ്മൾ കേക്കിന് ഫ്ലോർ അളന്നെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദ, അതായത് 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉടച്ചു കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് കളഞ്ഞേക്കുക. എന്നിട്ട് അരിച്ച് ആ പൊടി നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഓരോ കേക്കിൻ്റെയും, അപ്പോൾ സാധാരണ വാനില കേക്കിൻ്റെയും അതുപോലെ തന്നെ കപ്പ് കേക്കിൻ്റെ ഓരോന്നിൻ്റെയും ടെക്സ്ചറിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റെസിപ്പിയിലും ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഈ കേക്കിന് നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരെണ്ണം ചെറിയ മുട്ടയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 മുട്ട തന്നെ ധാരാളം മതിയാവും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എഗ് സെപ്പറേറ്റർ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെറിയതായിട്ട് മുട്ടയുടെ മോൾഭാഗം ഒരു കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചുടച്ച് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് മുട്ടയൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ വെള്ള മാത്രമായിട്ട് വരികയും മഞ്ഞക്കരും അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അല്ലാതെ നമുക്ക് 2ആയിട്ട് പൊട്ടിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് എന്താ പറയാ, മുട്ടയുടെ മഞ്ഞക്കരു എടുക്കുക കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി മെത്തേഡായിട്ട് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഉടച്ചു കൊടുത്ത് ചെറിയൊരു ഹോള് പോലെ ആക്കിയിട്ട് ആ വെള്ള പോർഷൻ മാത്രം നമുക്ക് ഒഴിച്ചെടുത്തിട്ട് മറ്റേ ഭാഗം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കേക്ക് ഉണ്ടാക്കുന്ന പാത്രങ്ങളും അതിന് യൂസ് ചെയ്യുന്ന പാത്രങ്ങളും ഒക്കെ ജലാംശം തീരെ ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ, എഗ്ഗ് ചെറുതായതുകൊണ്ട് 3 എഗ്ഗ് എടുത്തു. വലിയ എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ 2 എഗ്ഗ് തന്നെ ധാരാളം മതി കേട്ടോ. 2 മുട്ട തന്നെ മതി. പിന്നെ നമ്മളിവിടെ മഞ്ഞയും വെള്ളയും തിരിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർക്കുന്നത് മഞ്ഞക്കരുവിൻ്റെ കൂടെയാണ്. കാരണം മഞ്ഞക്കരുവിനാണ് ഭയങ്കരമായിട്ടുള്ള മുട്ടയുടെ ഒരു സ്മെല്ല് വരുന്നത്, ഈ മഞ്ഞക്കരുവിനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെ വാനില എസൻസും പൈനാപ്പിൾ എസൻസും മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. വാനില എസൻസ് 1 ടീസ്പൂണിൻ്റെ അടുത്തും പൈനാപ്പിൾ എസൻസ് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തുമാണ് ചേർക്കുന്നത്. കാരണം പൈനാപ്പിൾ എസൻസിന് ഒരു വല്ലാത്തൊരു കുത്തല് പോലെ ഉണ്ട്, അപ്പം അതുകൊണ്ട് അത് ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും 2 എസൻസും ചേർക്കുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് വരും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വാനില എസൻസ് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർക്കുക. മിൽക്ക് എസൻസോ പൈനാപ്പിൾ എസൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞക്കരുവിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. ആ മുട്ടയുടെ വെള്ളക്കരു ബീറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഈ വെള്ള ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ പതപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇടുക. ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കരുത്. പതഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊരു 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഉണ്ട്. ഈ പഞ്ചസാര തന്നെ മധുരം അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. കാരണം പൊടിച്ച പഞ്ചസാരയല്ല, ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അതുമല്ല ഇതിന്റെ തരികൾ വലിയ വലിയ തരികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബീറ്റർ ഹൈ സ്പീഡിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരിക്കലും പഞ്ചസാര അങ്ങനെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ ഹൈ സ്പീഡിലിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യും. കാരണം പഞ്ചസാരയുടെ തരികൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രശ്നങ്ങൾ വരും. ഒന്ന്, എന്താ പറയാ, പഞ്ചസാര ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരി തരിയായിട്ട് അവിടെ കിടക്കും. അതുപോലെ തന്നെ ഒട്ടുന്ന ഒരു പ്രശ്നം, കേക്കിന്റെ മുകൾ ഭാഗം ഒട്ടുന്ന പോലെ ഒരു പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല പോലെ തന്നെ പഞ്ചസാര പൊടിച്ച് ചേർക്കാം. പൊടിച്ച് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ അത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയും നേരം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ടും ചെറിയ തരികൾ പോലെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതും കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു കേക്കിന് വേണ്ട ഒരു മധുരത്തിന് ഈ ഒരു അളവ് പാകമായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് ഊരി മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല സ്റ്റിഫായിട്ട് വെള്ളക്കരു നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടണം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ എന്നിട്ട് അതിങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട്, ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഈ എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വന്നത് നമ്മൾ കുത്തിയിട്ട് ഇളക്കി കഴിയുമ്പോൾ അത് മൊത്തം അതങ്ങോട്ട് പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേക്കിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ്നെസ്സിന്, അല്ലെങ്കിൽ അത് അത്ര സ്പഞ്ചി ആയിട്ട് കിട്ടാൻ കാരണം ഇതിൻ്റെ ആ ഒരു എഗ്ഗിൻ്റെ ഒരു ഫ്ലഫിനെസ് ഒക്കെയാണ്. അപ്പം അത് നമ്മൾ മൊത്തം അങ്ങനെ കുത്തി ഇളക്കരുത് എന്നൊക്കെ പറയാൻ കാരണം അതാണ്. നമ്മളിങ്ങനെ കണ്ടമാനം കുത്തിയിട്ടൊക്കെ ഇളക്കി കഴിയുമ്പോൾ ആ പൊങ്ങി വന്ന ഇതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവും. അപ്പൊ കേക്ക് ഹാർഡായിട്ട് വരും. അതൊരു റീസൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മഞ്ഞക്കരു ഇട്ടിട്ട് പതിയെ പതിയെ വെള്ളക്കരുവിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷമാണ് നമ്മൾ അരിച്ചു മാറ്റി വെച്ച മൈദയും ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുള്ള മിക്സ് ചേർക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു കാര്യം, പാല് കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പാൽ എന്തായാലും നിങ്ങളൊരു 1/4 കപ്പ് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് അളന്ന് മാറ്റി വെക്കുക. കാരണം ഇത് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാൽ അതിനനുസരിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. അതേസമയം ലാസ്റ്റായിട്ട് ഒരിക്കലും പാലൊഴിച്ച് നമ്മുടെ മിക്സിങ് അവസാനിപ്പിക്കരുത്. കാരണം നിങ്ങൾക്കറിയാലോ, നമ്മളിങ്ങനെ പാലൊഴിക്കുന്ന സമയത്ത് ഈ പാല് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ മിക്സ് ആവാതെ ഇങ്ങനെ കിടക്കും. ഫ്ലോറുമായിട്ട് അത്ര പെട്ടെന്ന് അത് മിക്സ് ആവാതെ കിടക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഈ പാലിങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ എല്ലായിടത്തും മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ കേക്ക് 100% ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അല്ലാണ്ട് കുഴിഞ്ഞു പോകുന്ന രീതി ഇതെനിക്ക് ഒരുപാട് തവണ പറ്റിയിട്ടുള്ളതാണ്. അതിൻ്റെ മെയിൻ റീസൺ ഈ പാലിങ്ങനെ ഒഴിച്ചിട്ട് അതെല്ലായിടത്തും മിക്സായി ആ ഫ്ലോറിൻ്റെ കൂടെ നല്ലപോലെ യോജിച്ച് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു കേസിൽ ഫ്ലോപ്പ് ആവാനുള്ള കാരണം. പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, പാലൊഴിച്ചിട്ട് ലാസ്റ്റ് ഈ പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ മിക്സ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലപോലെ ഇട്ട് കുത്തിയിട്ട് ഇളക്കാതെ കുറേശ്ശെ കുറേശ്ശെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ മിക്സ് ചെയ്യാം. കട്ട് ആൻഡ് ഫോൾഡ് തന്നെ വേണമെന്നില്ല, പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, നല്ലപോലെ കുത്തി ഇളക്കാതെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം മിക്സായി വന്നതിന് ശേഷം നമുക്ക് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓവൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ചെയ്യുന്നതാണ്. അപ്പോൾ ഓവൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170°C ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളൊരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവർ ടെമ്പറേച്ചറിലൊക്കെ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. ഇതേ കേക്ക് നമുക്ക് സാധാരണ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ പല ബാച്ചായിട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇവിടെ കപ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പേപ്പർ കപ്സ് ആണ്. ഇത് കുറച്ചുകൂടെ വലുതാണ്, അതുകൊണ്ടാണ് നമുക്ക് 12 എണ്ണത്തിൽ ഒതുങ്ങിയത്. പക്ഷെ ഇത് കുറച്ചുകൂടി ചെറിയ മഫിൻസ് ആണ്, ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ കപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കേക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആണെന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ ഒഴിച്ച് നിർത്തിയാൽ. നമുക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലാതെയും ഈ കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാതെയും ചെയ്യാം. അപ്പം ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് 12 കേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബാറ്റർ 12 കേക്കിന് പറ്റിയ ബാറ്ററാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓവനിലോട്ട് ഇത് വെച്ചു കൊടുക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുന്നേ ഞാനിട്ട വീഡിയോയും വാനില വൈറ്റ് ഫോറസ്റ്റിനൊക്കെ പറ്റിയ ഒരു കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടു. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേക്കും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ ഓരോരോ കേക്കുകളായിട്ട് ഉണ്ടാക്കി നോക്കി നല്ലൊരു ഹോം ബേക്കറായിട്ട് മാറാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ കാണുന്ന ആളുകൾ ഒരു കമന്റ് എങ്കിലും നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്തായാലും ഞാനിവിടെ ഒരു 30-35 മിനിറ്റ് വെച്ചപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.